ബന്ധുക്കളെയായിപ്പോയി. ഇതെങ്ങാനും അയൽവാസികളായിരുന്നെങ്കിലോ, അവർ അഫാന്റെ സമുദായത്തിൽപ്പെട്ടാത്ത മറ്റൊരാളായിരുന്നെങ്കിൽ ഈ വിഷനാവ് എന്തൊക്കെ പറയുമായിരുന്നു ആലോചിച്ച് നോക്കുക. നാടൊരു അന്വേഷണത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അപ്പോൾ തന്നെ ചൊറിയുകയാണ് അവരുടെ ലക്ഷ്യം. എത്ര കാലമായി ചിലയ്ക്കുന്നു, പിണറായിയെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് പച്ചവർഗീയത മാത്രം പറഞ്ഞ് ജീവിക്കുന്ന ഇവർ ബഹളം വയ്ക്കുകയാണ്. നമസ്കാരം. റോസ് ഷർട്ടിട്ട വിഷനാവ്, ഇത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്നറിയാം? നമ്മുടെ മറുനാടൻ സാജൻ സ്കറിയെ കുറിച്ച് നമ്മുടെ മീഡിയ വണ്ണില് ആൾക്കാർ പറയുന്ന ഒരു വാക്കാണ്. റോസ് ഷർട്ടിട്ട വിഷനാവ് അവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വർഗീയത തുപ്പുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ. അതായത് ഒരാഴ്ചയായിട്ട്, ഏതാണ്ട് അഫാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയായിട്ട് ഈ മീഡിയ വണ്ണും ഈ പറയുന്ന നമ്മുടെ മറുനാടനുമായി സ്കറിയൻ തമ്മിലുള്ള ഒരു അടി ഇങ്ങനെ നടക്കുന്നുണ്ട്. നമുക്കറിയാം വർഷങ്ങളോളം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആണ്. ഈ പറയുന്ന മീഡിയ വണ്ണും ഈ പറയുന്ന മറുനാടൻ മലയാളിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഫൈറ്റിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അഫാന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാജൻ സ്കറിയ ഇട്ട ഒരു വീഡിയോ ആണ്. അതിനകത്ത് സാജൻ സ്കറിയ പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് ഈ അഫാൻ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ 10 മണിക്ക് ശേഷം എന്തിന് പുറത്തോട്ട് പോകുന്നു, രാത്രി ഇവൻ എവിടെയാണ് ഇവർ രാത്രി കാലങ്ങളിൽ ഇന്ന് സഞ്ചരിക്കുന്നത്. അതുപോലെ ഇവന് ഈ വാപ്പ അറിയാതെ ഇത്രയും കടം എങ്ങനെ വന്നു, അതായത് 70 ലക്ഷത്തോളം കടം ഈ പറയുന്ന 10-23 വയസ്സ് മാത്രം പ്രായമുള്ള ഈ അഫാൻ എങ്ങനെ കിട്ടി, ഇവൻ രാത്രി എന്ത് പരിപാടിക്കാണ് വെളിയിൽ പോകുന്നത്, ഇതെല്ലാം ഒരു തീവ്രവാദ ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സാജൻ സ്കറിയായിട്ട് ഒരു വീഡിയോ ഉണ്ട്. അതായത് ഈ തീവ്രവാദ ബന്ധം, അതുകൊണ്ടാണ് ഈ തൊട്ടടുത്ത് നിൽക്കുന്നവർ പോലും, അല്ലെങ്കിൽ ഈ 5 പേരെ കൊന്നിട്ട് പോലും അവർക്കൊന്നും നിലവിളിക്കാനും കൂടി കഴിഞ്ഞില്ല. ഇത്രയും ബ്രൂട്ടൽ ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും പ്ലാൻ ചെയ്ത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് ഇതിങ്ങനെ ഇവനൊരു പരിശീലനം കിട്ടിയിട്ടുണ്ട്. എവിടെന്നോ ഇതിനൊരു പരിശീലനം കിട്ടിയിട്ടുണ്ട്. അത് മിക്കവാറും ഈ പറയുന്ന ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട് അവർ കൊടുത്ത പരിശീലനത്തിന്റെ ഫലമായിട്ടായിരിക്കും ഇവൻ ഈ രീതിയിൽ ഈ 5 പേരെ കൊന്നു തള്ളിയത് എന്ന് സാജൻ സ്കറിയ പറഞ്ഞിട്ടുണ്ട്. അതിന് മറുപടിയായിട്ട് ഇപ്പൊ ഒരു 5 ദിവസം മുമ്പ് മീഡിയ വണ്ണില് ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയുടെ ചെറിയ ഭാഗം നമുക്കിവിടെ കാണാം. കണ്ടതിന് ശേഷം ഇതിന് മറുപടി സാജൻ സ്കറിയ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്റെ അഭിപ്രായം എന്തെന്നുള്ളത് ഞാൻ അവസാനം പറയുന്നതായിരിക്കും. ആദ്യം തരും മീഡിയ വൺ സാജൻ സ്കറിയെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ. ഒരു കുപ്രസിദ്ധ യൂട്യൂബർ ഇന്ന് രാവിലെ എനിക്കൊരാളൊരു അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തരാണ്. അപ്പൊ ഞാൻ സാധാരണ അത് കാണാറില്ല. ഇത് അയച്ചു തന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇവിടെ തുറന്നു നോക്കി. അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ ഭീകരബന്ധവും എന്ന് സംശയം. അപ്പൊ നമ്മളോർക്ക് എന്തോ, അപ്പോൾ പോലീസ് എന്തോ ഭീകരബന്ധം കണ്ടെത്തി എന്ന എന്തെങ്കിലും പുതിയൊരു വാർത്ത ആയിരിക്കും. അദ്ദേഹത്തിന്റെ വാർത്തയല്ല, ഒരാളിങ്ങനെ ഒരു റോസ് ഷർട്ടൊക്കെ ഇട്ടിരുന്ന് സംസാരിക്കുകയാണല്ലോ. രാത്രി കാലങ്ങളിൽ വീട്ടിൽ കാണാറില്ലായിരുന്നു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതായത് അഫാൻ രാത്രി സമയങ്ങളിൽ വീട്ടിൽ കാണാറില്ലായിരുന്നു. അപ്പൊ രാത്രി ഈ ഭീകരവാദ പരിശീലനത്തിന് പോവുകയാണ് എന്ന ധ്വനിയാണ്. അങ്ങനെ നേരിട്ട് പറയല്ല, ഈ ക്യാപ്ഷൻ മാത്രമേ ഭീകരപ്രവർത്തനമുള്ളൂ. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇതൊരു ഫാൾസ് ഇൻഫർമേഷൻ ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ പോലും എവിടെയാണ് ഫാൾസ് ഇൻഫർമേഷൻ പറയുന്നത് മനസ്സിലാവും. വളരെ വിദഗ്ധമായിട്ടാണ് വിദ്വേഷം പറയുന്നത്. ഈ അഫാൻ കൊന്നത് ബന്ധുക്കളെയായിപ്പോയി. ഇതെങ്ങാനും അയൽവാസികളായിരുന്നെങ്കിലോ, അവർ അഫാന്റെ സമുദായത്തിൽപ്പെട്ടാത്ത മറ്റൊരാളായിരുന്നെങ്കിൽ ഈ വിഷനാവ് എന്തൊക്കെ പറയുമായിരുന്നു ആലോചിച്ച് നോക്കുക. അഫാൻ കൊന്നത് ബന്ധുക്കളെ ആയിപ്പോയി, അല്ലാതെ അയൽവാസികളെ ആയിരുന്നെങ്കിലോ, അതായത് ഈ അഫാന്റെ സമുദായത്തിൽപ്പെട്ട അല്ലാത്ത മറ്റാരെങ്കിലുമാണ് കൊന്നിരുന്നുവെങ്കിൽ ഈ വിഷനാവ് എന്തൊക്കെ പറയുമായിരുന്നു എന്നാണ് മീഡിയ വൺ ചോദിച്ചത്. മനസ്സിലായോ? അതായത് കുപ്രസിദ്ധ യൂട്യൂബർ എന്നൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ സാജൻ സ്കറിയെ ഇവര് ഇതെല്ലാം ചെയ്യുന്നത്. അതുമല്ല, ഇവര് പറയുന്നത് മനസ്സിലായല്ലോ. അതായത് ഇവനൊരു മുസ്ലിം ആയതുകൊണ്ട് സാജൻ സ്കറിയ എപ്പോഴും മുസ്ലിങ്ങൾക്ക് എതിരായിട്ട് ആണ് സംസാരിക്കുന്നത് എന്നുള്ള ധ്വനിയാണ് ഇതിനകത്ത് വന്നത്. ഇങ്ങനെ ഒരു ഭീകരവാദം, അതായത് നമുക്കറിയാം ഈ ഒരു സംഭവം ആദ്യമായിട്ട് വരുന്നത് ഈ പറയുന്ന എവിടെയാണ്, നമ്മുടെ സാജൻ സ്കറിയയുടെ മറുനാടൻ മലയാളിയിലാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. അതായത് ഇതിനൊരു ഭീകര ബന്ധമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്ത. ഞാനും ആ വാർത്ത കണ്ടപ്പോൾ ഞെട്ടിയായിരുന്നു. അതിനുശേഷം പല യൂട്യൂബേഴ്സും ഈ പറയുന്ന പലവരും ഈ വാർത്തയ്ക്ക് വന്നതിന് ശേഷം പലരും ഇതേ ഒരു അർത്ഥം വരുന്ന രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ ഇട്ടു. ഞാൻ അങ്ങനെ കൂടുതൽ വാർത്ത നമുക്ക് ഇതിന്റെ ഒരു എന്താണെന്നുള്ളത് അറിയാതെ നമുക്ക് അങ്ങനെ ഒരു വാർത്ത ഇടുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വാർത്തയൊന്നും ഇട്ടില്ല. ശരി, ഇനി ഇതിന് മറുപടിയായിട്ട് ഈ പറയുന്ന സാജൻ സ്കറിയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും കൂടി നമുക്ക് കേട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം. ഓക്കെ. മറുനാടനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ കഴിഞ്ഞ കുറെ കാലമായി കഠിന പ്രയത്നം നടത്തുന്ന, അതിനുവേണ്ടി പച്ചവർഗീയതയും നുണയും പ്രചരിപ്പിക്കുന്ന മീഡിയ വൺ ഇന്നലെ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം മറുനാടനെ കുറിച്ച് അടുപ്പൊട്ടി ചർച്ച നടത്തി. ഇന്ന് എന്തുകൊണ്ടോ നിരന്തരം വിഷം തുപ്പുന്ന ദാവൂദ് പ്രത്യക്ഷപ്പെട്ടില്ല. പകരം നിയോഗിച്ചത് അജിംസിനെയും നിഷാന്ത് റാവുത്തറയുമായിരുന്നു. 3 പേരും ഇരുന്നു കൊണ്ട് ചർച്ചയാണ്. ഏറ്റവും വലിയ തമാശ, മറുനാടൻ ഒരിക്കലും കാണാറില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് നിരന്തരം എവിടെയെങ്കിലും മറുനാടനിൽ ഒരു വാർത്ത വന്നാൽ
അതേ കയറി പിടിച്ച് ഇവർ ചർച്ച നടത്തുന്നത്. താനാണ് ലോകത്തെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകനെന്ന് അവകാശപ്പെടുന്ന ഒരു യൂട്യൂബർ. മോദിയുടെയും വാജ്പേയിയുടെയും ഒക്കെ സ്വന്തക്കാരനായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം തന്നെ പോലെ ബ്രേക്കിംഗ് ന്യൂസ് കൊണ്ടുവന്ന് ആരുമില്ല എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു യൂട്യൂബർ കഴിഞ്ഞ കുറേ കാലമായി ഇരുന്നു കൊണ്ട് പറയുന്ന പച്ചവർഗീയത, മലപ്പുറത്ത് മിനി പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നടത്തുന്ന വർഗീയതയൊന്നും ഇവരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല. മറുനാടൻ കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും മറുനാടൻ ഒരു അന്വേഷണത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടാൽ അപ്പോൾ തന്നെ ചൊറിയുകയാണ് ഇവരുടെ ലക്ഷ്യം. എത്ര കാലമായി ചിലയ്ക്കുന്നു, പിണറായിയെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് പച്ചവർഗീയത മാത്രം പറഞ്ഞ് ജീവിക്കുന്ന ഇവർ ബഹളം വയ്ക്കുകയാണ്. എന്തായാലും മറുനാടനെ നിങ്ങളിങ്ങനെ വിടാതെ പിന്തുടരുന്നതിൽ, മറുനാടനിലെ വാർത്തകളെക്കുറിച്ച് നിരന്തരം ചർച്ച ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. മറുനാടൻ പറയുന്നതൊക്കെ സത്യമാണ്, അത് പലരെയും പൊള്ളിക്കുന്നുണ്ട് എന്നതിന് ഈ ചർച്ചയല്ലാതെ മറ്റൊരു തെളിവിൻ്റെ ആവശ്യവുമില്ല. കുരുപൊട്ടുന്നവരുടെ പൊട്ടിയൊരിക്കട്ടെ. മീഡിയ വണിനെ പോലെ ഈ നാടിനെ വിഷലിപ്തമാക്കാൻ നിരന്തരം ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന ഒരു ചാനൽ മറുനാടനെ വിമർശിക്കുമ്പോൾ മറുനാടൻ ചെയ്തത് ശരിയാണ് എന്നതിന് അടിവരയായി അത് മാറുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിലാപം തുടരുക. വർഗീയതയ്ക്കെതിരെ, ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം മറുനാടൻ തുടരുക തന്നെ ചെയ്യും. നിങ്ങളുടെ വിലാപം തുടരുക. വർഗീയതയ്ക്ക് എതിരെ, ഭീകരതയ്ക്കെതിരെ ഉള്ള പോരാട്ടം മറുനാടൻ തുടരുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് മറുനാടൻ അവിടെ ഈ ഒരു വീഡിയോ അവസാനിക്കുന്നത്. നമുക്ക് നോക്കി എന്നാൽ ഇവർ പരസ്പരം, അതായത് ഈ പറയുന്ന സാജൻ സ്കറിയ അവര് വർഗീയവാദികളാണ്, അതായത് മീഡിയ വൺ വർഗീയവാദികളാണെന്ന് പറഞ്ഞുകൊണ്ട് ആരോപിക്കുന്നു. അവരവിടെ ഇരുന്നു കൊണ്ട് ഈ പുള്ളിയാണ് വർഗീയവാദികൾ എന്ന് പറഞ്ഞു പരസ്പരം ആരോപിക്കുകയാണ്. ഇത് നമ്മൾ ഈ കുറെ കാലത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന മീഡിയ വണ്ണിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ, അവര് മുസ്ലിങ്ങളെ എന്ത് ചെയ്യുന്നു, മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാലസ്തീൻ വിഷയങ്ങൾ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വീഡിയോ ഇടുന്നത് എന്നൊരു പറച്ചിൽ പൊതുവേ ഉണ്ട്. അതുപോലെ തന്നെ സാജൻ സ്കറിയയുടെ വിഷയം നോക്കിക്കഴിഞ്ഞാലും സാജൻ സ്കറിയും പലപ്പോഴും മുസ്ലിങ്ങൾക്കെതിരായിട്ട് പിന്നെ വീഡിയോ ഇടുന്നു എന്നൊരു കിംവദന്തിയും ഉണ്ട്. ഇവർ രണ്ടുപേർക്കും, ഈ രണ്ടു കൂട്ടർക്കും ഇങ്ങനെ ഒരു സംഭവം കറങ്ങുന്നുണ്ട്. ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് എടുത്തു പറയാനായിട്ട് ഇപ്പം ഒരു മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലാകുമ്പോൾ അവർ ചിലപ്പോൾ അവരുടെ അഭിപ്രായമാണ്, അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പൊ പാലസ്തീനെ അല്ലെങ്കിൽ ആരെ അവർക്ക് ഇഷ്ടമുള്ളത് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നും. അത് ചിലവർക്ക് അത് ഈ പറയുന്ന മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നും. അതുപോലെ തന്നെ ഈ പറയുന്ന സാജൻ സ്കറിയുടെ കേസ് വെച്ചാൽ ചിലപ്പോൾ മുസ്ലിങ്ങളെ വിമർശിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. അപ്പോഴേ ആൾക്കാർ പൊതുവെ വിചാരിക്കും അയാൾ പൊതുവെ എല്ലാ മുസ്ലിങ്ങൾക്കും എതിരാണ് എന്നൊരു അഭിപ്രായമുണ്ട്. ഇവർ രണ്ടുപേര് വർഗീയവാദികളാണെന്നോ എന്നൊരു ചിന്ത, എന്നൊരു അഭിപ്രായം എനിക്കില്ല എന്നുള്ളതാണ്. ഇനി ഈ ഒരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാജൻ സ്കറിയ പറഞ്ഞ ഒരു വിഷയം, അതായത് അഫാൻ ഈ പറയുന്ന രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുന്നത് അവരൊരു ഭീകര സംഘടനയുമായിട്ട് ബന്ധമുണ്ട്. ആ ഭീകര സംഘടനയുടെ പരിശീലനത്തിന്റെ ഫലമായിട്ടാണ് അവർ ഇത്രയും ക്രൂരമായിട്ട് ഒരാൾ പോലും അറിയാതെ, അവർക്കൊന്ന് ഉറക്കെ കരയാനും പോലും സാധിക്കാതെ ഇവൻ ഈ ഒരു ക്രൂരകൃത്യം നിർവഹിച്ചത് എന്ന് സാജൻ സ്കറിയ പറയുമ്പോൾ, നമ്മളിങ്ങനെ പറയുമ്പോൾ അതിനൊരു വാർത്ത അല്ലെങ്കിൽ നമ്മളിപ്പം സാജൻ സ്കറിയ ഇതിന് ഒരു 2 ദിവസം മുമ്പ് ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്. അതായത് മനോരമയിൽ വന്ന, ഇന്നലെയാണെന്ന് തോന്നുന്നു, മനോരമയിൽ വന്ന ഒരു ന്യൂസ്, അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ പല കാര്യങ്ങളും, പല ബന്ധങ്ങളും നമ്മൾ പുറത്തുവിടാൻ പറ്റാതെ പിന്നെ അതിനെക്കുറിച്ച് അവർ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് പുറത്തുവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു വാർത്തയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് ഇന്നലെ ഈ മറുനാടൻ ഒരു വീഡിയോ ഇട്ട്. പക്ഷെ നമ്മൾ പറയാനുള്ളത്, ഇതിപ്പോ സാജൻ സ്കറിയ പറയുന്നത് ഇപ്പം സ്റ്റേഷനിലൊക്കെ വിളിച്ചു അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ നേരിട്ട്, അല്ലെങ്കിൽ അവിടെയുള്ള അവരുമായി ബന്ധപ്പെട്ട ആരോ നേരിട്ട് ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, ഇങ്ങനെ കുറിച്ച് അന്വേഷിച്ചിരിക്കുകയാണ് എന്ന് മറുനാടനോട് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾ പറയണ കേട്ട്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഈ മറുനാടൻ പറയുന്നത് ശരി തന്നെയായിരിക്കും, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആരെങ്കിലും പറയണ കേട്ട് നമ്മൾ മീഡിയയിൽ വന്ന് പറയുമ്പോൾ ഈ ഒരു ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ കേസല്ല. ഒരു ഭീകരവാദം പറയുക, ആരോപിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ കേസല്ല, മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ആരോപണങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ സത്യമാണെങ്കിൽ കൂടി അങ്ങനെയുള്ള ആരോപണങ്ങൾ നമ്മൾ ഈ പറയുന്ന പിന്നീട് യൂട്യൂബിൽ കൂടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കൂടി പറയുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ വേണം. നമ്മൾ വ്യക്തമായിട്ടുള്ള തെളിവുകളും ഒക്കെ നിരത്തി വെച്ചുകൊണ്ടുള്ള ഇത്രയും വലിയൊരു ആരോപണം നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം, മനസ്സിലായി? ചിലപ്പോൾ സാജൻ സ്കറിയ പറഞ്ഞത് ശരി തന്നെയായിരിക്കാം. പോലീസുകാർ അങ്ങനെ ഒരു ചിന്ത, ചിലപ്പം നമ്മൾ സാജൻ സ്കറിയുടെ മൈൻഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ലോജിക് ഉണ്ടെന്ന് പറയും. കാരണം ഈ ഒരു പയ്യന് 70 ലക്ഷം രൂപ എങ്ങനെ കടം വന്നു? ബാപ്പയുടെ കടമല്ല, ബാപ്പയുടെ കടം തീർക്കാൻ വേണ്ടിയിട്ടില്ല. 10-23 വയസ്സുള്ള ഈ അഫാൻ എങ്ങനെ 70 ലക്ഷം രൂപയുടെ കടം വന്നു? ഇവൻ രാത്രി കാലങ്ങളിൽ എന്തിനാണ് പോകുന്നത്? ഇവൻ മറ്റുള്ളവരെ എന്ത് ചെയ്തു? ഈ പറയുന്ന ഇങ്ങനെ ക്രൂരമായിട്ട് എന്തിനാണ്, എങ്ങനെ അവന് ഇത്രയും പിന്നെ വിദഗ്ധമായ പരിശീലനം അവന് കിട്ടി? അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിനൊരു സാധ്യതയുണ്ട്, മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു സാധ്യതയുണ്ട്. ഇനി മറുവശം ചിന്തിക്കുമ്പോൾ ഒരാൾക്ക് 70 ലക്ഷമൊക്കെ കടം വേണമെങ്കിൽ അവൻ വരുത്താം. ഇപ്പം പിന്നെ മീഡിയ വൺ പറയും പോലെ എന്താണ്, അവന്റെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, എന്നിട്ട് അവൻ വീണ്ടും ഒരു ബുള്ളറ്റ് ഉണ്ടായിട്ട് വീണ്ടും ഒരു ബൈക്ക് വാങ്ങിച്ചു. ഒരു ബൈക്ക് എന്ന് പറയുമ്പോൾ 1.5 ലക്ഷം രൂപയാവും, മനസ്സിലാവും? ഒരു ദിവസം, ഒരു മാസം ഒരാൾക്ക് വേണമെങ്കിൽ 5-6 ലക്ഷം രൂപ അടിച്ചു കളയാടേ. ഈ പറഞ്ഞ പല ബെറ്റിംഗ് ആപ്പോ അങ്ങനെയൊക്കെ വെച്ച് അടിച്ചു കളയാം. അപ്പോ രണ്ടിടത്തും രണ്ടൂര് പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷെ മറുനാടനോട് എനിക്ക് പറയാനുള്ളത്,
ഇങ്ങനെയുള്ള വളരെ സെൻസിറ്റീവായ കാര്യങ്ങൾ, അതായത് ഭീകരവാദം പോലുള്ള കാര്യങ്ങൾ നമ്മൾ മീഡിയയിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഒന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് വേണം, പ്രൂഫ് വേണം. ഇല്ലാതെ ഊഹാഭാവങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടുള്ള അറിവ് കൊണ്ടോ മാത്രം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് അറിയപ്പെടും. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.